ഓം ശാന്തി. ഈ ടോപ്പിക്ക് നമ്മൾ ബാബയുടെ നിന്ന് നോളജ് എടുത്തതിന് ശേഷം, ജ്ഞാനം കിട്ടിയതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ആത്മാവിൻ്റെയും, തുടരുന്ന ആത്മാവാട്ടെ, ഇടയിൽ വിട്ടുപോകുന്ന ആത്മാവാട്ടെ, കണ്ടിന്യൂ ചെയ്യുന്ന ആത്മാവാട്ടെ, അല്ലേ, എല്ലാവരും മനസ്സിലായി ട്രസ്റ്റ് എന്നുള്ള ഒരു ഇതുണ്ടാവും. എന്നുവെച്ചാൽ ബാബ അത്ര അധികം കണ്ടിന്യൂസ് ആയിട്ട് വളരെ ശക്തിശാലിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റ് ആർക്കേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നോളജിൽ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എന്നാലും എങ്ങനെയൊന്നും തിങ്ക് ചെയ്യാനില്ലെന്ന് താനും അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ട്രസ്റ്റി എന്ന ടോപ്പിക്കിൽ നമ്മൾ ബാബയുടെ നോളജ് കേട്ടതിന് ശേഷം മനസ്സിലാക്കി, നമ്മളിവിടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും നമ്മൾ ട്രസ്റ്റിയായി മുമ്പോട്ട് പോകണം, അല്ലേ? ട്രസ്റ്റിയായി മുമ്പോട്ട് പോകണം. എങ്ങനെ എന്താ മെത്തേഡ് എന്നെക്കാളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഓരോരുത്തർ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ട്രസ്റ്റി ആവാൻ വേണ്ടി ബാബ എപ്പം കോമണായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് എൻ്റേത് നിൻ്റേത് എന്ന് രണ്ട് കോൺഷ്യസ്നെസ്സാണ്. ബോധം, എൻ്റേത് നിൻ്റേത്, ഇതിൻ്റെ പരിവർത്തനമാണ് ഈ ട്രസ്റ്റിഷിപ്പ്. എൻ്റേതെന്നതിനെ നിൻ്റേതെന്നതിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യണം. ഇവിടെ ശാശ്വതമായിട്ട് എല്ലാം നമ്മുടെ ഗൃഹസ്ഥ വ്യവഹാരത്തിലാണെങ്കിലും, നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, നമ്മളുടെ ജോലിയിലാണെങ്കിലും എല്ലാം നിൻ്റേത് ബാബയ്ക്ക് സമർപ്പിക്കണം. അതാണ് ട്രസ്റ്റി. ഈ രണ്ട് മെത്തേഡാണ് എൻ്റേത് എന്നതിനെ നിൻ്റേത് എന്നതിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. അതാണ് ട്രസ്റ്റി. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ട്രസ്റ്റി? നമുക്കെപ്പോഴും നമ്മൾ ഓർക്കുന്ന ട്രസ്റ്റി ഏതാണ്? ആ ട്രസ്റ്റി നമുക്ക് എക്സാമ്പിളാവുന്ന, മോഡലാവുന്ന ഏതാണ് ആ ട്രസ്റ്റി? എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. ആരാണ് ട്രസ്റ്റി? ഒരു ബാബ. അതിനിത്ര ആലോചിക്കാനെത്തിരിക്കുന്നത് ഒരേ ഒരു ബാബ. അവിടെ പരമധാമത്തിലിരുന്ന് എല്ലാ ഡ്രാമ വീക്ഷിക്കുന്നു, ഈ ലോകം വീക്ഷിക്കുന്നു, ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ബാബ ഒന്നും ശ്രദ്ധിക്കാണ്ട് വിടുന്നുണ്ടോ? ഇല്ല. എല്ലാ കാര്യങ്ങളും ബാബ കാണുന്നുണ്ട്, ബാബ അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷേ ട്രസ്റ്റിയായി എല്ലാം വീക്ഷിക്കുന്നു ബാബ. ഈ നടക്കുന്ന സൃഷ്ടി രംഗമഞ്ചത്തിൽ നടക്കുന്ന ഡ്രാമയിൽ ഒരു അണുപോലും, ഒരു സെക്കൻഡ് പോലും ബാബ അറിയാതെയില്ല. ഉണ്ടോ? എല്ലാ കാര്യങ്ങളും ബാബ അറിയുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ട്രസ്റ്റി ആരാണ്? ശിവബാബ. ഇനി രണ്ടാമത്തെ ട്രസ്റ്റി ആരാ? ബ്രഹ്മബാബ. അത്ര ആലോചിക്കാനൊന്നുമില്ലല്ലോ, ബ്രഹ്മബാബയാണ് രണ്ടാമത്തെ ട്രസ്റ്റി. അപ്പോൾ ബ്രഹ്മബാബ എന്ത് ചെയ്തു? ബ്രഹ്മബാബ ഷിഫ്റ്റ് ചെയ്തു. എന്ത് ഷിഫ്റ്റ് ചെയ്തു? പരിധിയുള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക് ബ്രഹ്മബാബ ഷിഫ്റ്റ് ചെയ്തു. ഡ്രാമയിൽ നിന്ന് ഫ്രീ ആയി. പക്ഷേ ഡ്രാമയിലെ ഓരോ പാർട്ടും അഭിനയിച്ചുകൊണ്ട് ഡിറ്റാച്ച്ഡായി ട്രസ്റ്റിയായി ബ്രഹ്മബാബ. അപ്പോൾ നമുക്ക് സാകാരത്തിൽ ബ്രഹ്മബാബയുണ്ട് മോഡലായിട്ട്, പിന്നെ ഇൻകോർപ്പോറിയൽ നിരാകാരിയായിട്ട് ശിവബാബ ട്രസ്റ്റിയായിട്ട്. ശിവബാബ എപ്പോഴും പറയുന്നു, കുട്ടികളെ, എൻ്റേത് നിൻ്റേത് എന്ന് പറയാൻ വേറൊരു വെർഷനാണ് ദേഹാഭിമാനി,
ദേഹി അഭിമാനി അല്ലേ? ദേഹി അഭിമാനിയായിരിക്കും. ബാബ എപ്പോഴും പറയുന്നു കുട്ടികളെ ദേഹി അഭിമാനിയായിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ബാബ പറയുന്നു പരിശ്രമിക്കുക. ഓരോ മുരളിയിലും ബാബ പറയും ദിവസവും പരിശ്രമിക്കാൻ പറയുന്നു. എന്താണ്? നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നോ അത്രയും നമ്മുടെ എക്സ്പേർട്ടാവും. എഫേർട്ടിലൂടെ നമ്മൾ എക്സ്പേർട്ടാവും. ബാബ ഈ രാവിലെ മുരളിയിലും കൂടി പറഞ്ഞു, ദീർഘകാലം, കുറേ കാലത്തെ എക്സ്പീരിയൻസ്, കുറേ കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. മാത്രമല്ല നമ്മളുടെ പരിശ്രമത്തിൽ ബുദ്ധിമുട്ട് തോന്നാതിരിക്കണമെങ്കിൽ ദീർഘകാലത്തെ പരിശ്രമം വേണം. അപ്പോൾ ബാബ ദേഹി അഭിമാനിയാകാനും പറയുന്നു അല്ലേ? അപ്പോൾ ബാബ എന്താ പറയുക, നമുക്ക് 2 എക്സാമ്പിൾ തന്നു, അതിൻ്റെ മെത്തേഡും പറഞ്ഞു തന്നു, എങ്ങനെയാണ് ട്രസ്റ്റി ആകുക എന്നത്. പിന്നെ ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്തതൊന്നും നിങ്ങൾ സ്വന്തമാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഒന്നും നിങ്ങളുടേതല്ലാത്ത, യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ലാത്തത് എപ്പോഴാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതെന്തായാലും നിങ്ങളടുത്ത് നഷ്ടപ്പെട്ടു പോകും അല്ലേ? നമ്മളടുത്ത് അതെന്തായാലും നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക? ദുഃഖം. അതുകൊണ്ടാണ് ബാബ പറയുന്നത് എൻ്റേത് എന്നത് മാറ്റി നിൻ്റേതെന്നാക്കാൻ. എന്തുകൊണ്ട് ബാബ പറയുന്നത് എൻ്റേതെന്നുള്ള മാറ്റി നിൻ്റേതെന്നാക്കാൻ? എന്തുകൊണ്ടാണ്? എൻ്റേത് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേർഡാണ് മായക്ക് വരാനുള്ള കവാടം. മായ ആ ഡോറിലെ കൂടി എപ്പോഴും എൻട്രി ചെയ്യാം. നമ്മൾ എൻ്റേത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിലെ കൂടി തുടങ്ങും. എൻ്റെ കുട്ടിയെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയാ തുടങ്ങിയില്ലേ? അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മളതിൽ അതിനോട് അറ്റാച്ച്ഡ് ആവും. അപ്പോൾ സങ്കടം വരാൻ എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വാർത്ഥത വരാനുള്ള ഡോറാണ്, മായ വരാനുള്ള ഡോറാണ് എൻ്റേത്. അതുകൊണ്ട് ബാബ പറയുന്നു എൻ്റേതെന്നതിന് തീർച്ചയായും നിങ്ങൾ പരിവർത്തനം ചെയ്യണം ലൈഫിൽ, എൻ്റേതെന്നുള്ള. അപ്പോൾ എൻ്റേത് ബാബ എപ്പം പറയുന്നത് എൻ്റേതെന്ന് പറയുമ്പോൾ എന്താ നെക്സ്റ്റ് വരുന്നത് ചെയ്യേണ്ടത്? മേര എന്ന് പറയുമ്പോൾ ബാബ പറയുന്നത് മേരാ ബാബ എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ഇതെപ്പോഴും വളരെ കോമൺ ആയിട്ട് ബാബ പറയുന്നതാണ്. എൻ്റേതെന്ന് പറയുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും മേരാ ബാബ എന്നും ആക്കി പരിവർത്തനം ചെയ്യണം അല്ലേ? അപ്പോൾ ബാബ ഡയറക്ഷൻ തരുന്നു, നിങ്ങൾ ഈ സൃഷ്ടി മഞ്ചത്തിൽ പാർട്ട് അഭിനയിക്കുകയാണെങ്കിലും നിങ്ങൾ ട്രസ്റ്റിയായി ജീവിക്കൂ. ഇതാണ് ബാബയുടെ ഡയറക്ഷൻ. ഈ ഡയറക്ഷന് വേണ്ടിയുള്ള മെത്തഡാണ് ബാബ പറഞ്ഞു തരുന്നത്. നിങ്ങളുടേത് എന്നുള്ളതിന് ഒരു കാര്യവും നിങ്ങളുടേതല്ല. അപ്പോൾ ബാബയോട് നമ്മൾ ചോദിക്കുന്നു അല്ലേ? നമ്മൾ ചോദിക്കും പിന്നെ ബാബ എന്താണ് എൻ്റേത്? എൻ്റെ ശരീരം എൻ്റേതല്ല. ഈ ശരീരം എൻ്റേതാണെങ്കിൽ എന്താ? ഈ ശരീരത്തിന് അസുഖം വരുമ്പോൾ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ശരീരത്തിന് അസുഖം വരാൻ പാടില്ല അല്ലേ? എൻ്റേതാണെങ്കിൽ ഞാൻ പറയാതെ, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിനൊന്നും വരാൻ പാടില്ല. അസുഖം നമ്മൾ വയസ്സാവാൻ പാടില്ല, നമ്മൾ ജീർണിച്ച ശരീരമാകാൻ പാടില്ല, ഒന്നും പാടില്ല. എൻ്റെ ശരീരത്തിന് എങ്ങനെയുണ്ടോ ഞാൻ തീരുമാനിക്കുന്ന പോലെയല്ലേ വരുക. അപ്പോൾ ഈ ശരീരവും എൻ്റേതല്ല, ഒന്നും എൻ്റേതല്ല. പിന്നെ നമ്മളെ ബോഡിയും എൻ്റേതല്ല. പിന്നെ എന്താണ് എൻ്റേത്? എൻ്റേത് എന്നുള്ളത് എന്താണ്? ഈ ആത്മാവിലുള്ള എന്തൊക്കെയാണുള്ളത്? മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഇത് 3 എൻ്റേതാണ് അല്ലേ? ബാബ പറയുന്നു ഇത് 3 നിൻ്റേതാണ്. അപ്പോൾ എൻ്റേതാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? എൻ്റെ മനസ്സിലെ തോട്ട്സും സങ്കല്പങ്ങളും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. തിങ്ക് ചെയ്ത് ഓരോന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് സക്സസ്ഫുൾ ആകും. മനസ്സും ബുദ്ധിയും സംസ്കാരമാണ് നമ്മൾ ഏതിലേക്കും വഴിതെറ്റിക്കുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലൈഫ് സക്സസ്ഫുൾ ആവും. ബാബാന് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ സൃഷ്ടി ഡ്രാമ മഞ്ചത്തിൽ പാർട്ട് അഭിനയിക്കുക അല്ലേ? ഓരോരുത്തരും പാർട്ട് അഭിനയിക്കുക. നമുക്ക് ഈ പാർട്ട് അഭിനയിക്കാൻ വേണ്ടി എന്തെല്ലാം വേണം അല്ലേ? ബോഡി വേണം, ഡ്രസ്സ് വേണം, സ്റ്റേജ് വേണം, കോ ആക്ടേഴ്സ് വേണം, ഇതുപോലെ കാര്യങ്ങളും ക്വാളിറ്റീസ് വേണം. അപ്പോൾ ഇതെല്ലാം
ഡ്രാമയിൽ നമുക്കിവിടെ വന്നിട്ട് കിട്ടിയതാ, പക്ഷേ ഇതൊന്നും നിൻ്റെതല്ല. അതുപോലും ഈ ഡ്രാമയിലുള്ള നമ്മൾ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലും നിൻ്റെതല്ല. പിന്നെ ബാബ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് ഈ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുന്ന ബാബക്ക് നമ്മൾ അതിനെ നോക്കി നടത്തുന്നു, അല്ലേ? പരിപാലിക്കുന്നു. അപ്പോൾ നമ്മൾ പരിപാലിക്കുമ്പം നമ്മൾ സത്യതയോടെ പരിപാലിക്കണം. പരിപാലിക്കുമ്പോൾ ഒരപ്പം എൻ്റെ ഒരു ട്രസ്റ്റി ആയിട്ട് നമ്മൾ ഓരോ കാര്യവും പരിപാലിക്കണം. പക്ഷേ ഒന്നിനോടും ആരോടും നിങ്ങൾക്ക് ഉടമാവകാശമില്ല, ഓണർഷിപ്പില്ല. ഓണർഷിപ്പില്ലാണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് ഓണർഷിപ്പില്ല, ഞാൻ ആലോചിച്ചില്ല, എൻ്റെ ആസ്പത്രിക്കൊന്നും എനിക്ക് ഓണർഷിപ്പില്ല എന്നുള്ള ബോധത്തിൽ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ ഈ ഡിസ്കഷൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ കാര്യത്തിൽ എനിക്ക് ഓണർഷിപ്പില്ലല്ലോ എന്നാലോചിക്കുന്നത്. അതുപോലെ ഓരോ കാര്യത്തിലും നമുക്ക് ഓണർഷിപ്പില്ല. പക്ഷേ ശാശ്വതമായിട്ട് നമുക്ക് ഓണർഷിപ്പുള്ള എന്തിനാ? ഒരു ബാബയോട്. ബാബ എൻ്റേതാണ്, അല്ലേ? ബാബ പറയും, കുട്ടി ഞാൻ നിൻ്റേതാണ്. പല പ്രാവശ്യം നമുക്ക് മുതലേ പറഞ്ഞു തന്നില്ലേ? ബാബ പറയുന്നു, കുട്ടി ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ്. അപ്പോൾ നമ്മളെ ശാശ്വതമായ ഓണർഷിപ്പ് അവിടെയാണ്. അപ്പോൾ നമ്മൾ സത്യതയോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ബാബ എന്ന് പറഞ്ഞാൽ ബാബ നമ്മളെ സഹായിക്കും, വരും ബാബ. അപ്പോൾ അത് ബാബയുടെ ഡ്യൂട്ടിയാണ്. ബാബ വരാതിരിക്കില്ല. എങ്ങനെയായാലും ബാബ പറഞ്ഞു തരുന്നു, ഈ മനസ്സും ബുദ്ധിയും സംസ്കാരവും ബാബയും, ഇത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടേതായിട്ടുള്ളൂ, ബാക്കിയൊന്നും നിങ്ങളുടേതല്ല, അല്ലേ? നമ്മൾ അശരീരിയായി വന്നു, അശരീരിയായി പോകും, ബാക്കിയൊന്നും നിങ്ങളുടേതല്ല. മനസ്സും ബുദ്ധിയും സംസ്കാരവും ബാബയും എൻ്റേത്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. ബാബ 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 എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞ പോലെ രാവിലെ മുറിയിൽ പറഞ്ഞില്ലേ, 3 പ്രാവശ്യം പറഞ്ഞില്ലേ ബാബ ബാബ ബാബ. അതുപോലെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ബാബ ബാബ എന്ന് പറയാം. എന്താ കാരണം? നമ്മളിങ്ങനെ ഉടമാവകാശം ബാബ തന്നിട്ടില്ല, ഈ ഒരു കാര്യത്തിനും ഓണർഷിപ്പ് തന്നിട്ടില്ല. ട്രസ്റ്റിഷിപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒന്നും ഓണർഷിപ്പ് എഴുതി തന്നിട്ടില്ല. നമ്മൾ പരിപാലിച്ചോളുക, ആ ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള കോൺഷ്യസ്നെസ്സിൽ നമ്മൾ മുമ്പോട്ട് പോവുക. അതാണ് ട്രസ്റ്റി എല്ലാം പരിപാലിക്കുന്നത്. ഇനി ബാബ പറഞ്ഞു തരികയാണ്, ഓരോ പ്രാവശ്യവും പറഞ്ഞു തരികയാണ്, ക്ലാസ്സിൽ സ്ഥിരം പറഞ്ഞു തരികയാണ്, നിങ്ങൾ ട്രസ്റ്റിയാണ്, നിങ്ങൾ എന്താണ് പരിപാലിക്കുന്നത്, നിങ്ങൾ സ്വന്തം നിങ്ങളുടേതല്ല, എൻ്റേതല്ല ഒന്നും എന്ന ബോധത്തോടു കൂടി പരിപാലിക്കണം. നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് ബാബ, ഇത് നോക്കാൻ വേണ്ടി. നമുക്ക് തന്ന പാർട്ടും നമുക്ക് തന്ന കാര്യങ്ങളും നമ്മൾ നോക്കാൻ വേണ്ടി ബാബ നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോയിൻ്റ് ചെയ്തു, പക്ഷെ ഉടമാവകാശമില്ല, ഓണർഷിപ്പ് തന്നിട്ടില്ല, അപ്പോയിൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എൻ്റേതല്ല എന്നുള്ള ഭാവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ട്രസ്റ്റിഷിപ്പ്. ഇനി പിന്നെ ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്യുന്നു. ഓരോരുത്തരും നിങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, എല്ലാം ചെയ്യുകയാണെങ്കിലും സദാ ഒരു കണക്ഷൻ എന്നെ ചെയ്യിപ്പിക്കുന്നതും എൻ്റെ ഓണർഷിപ്പും അവിടെയാണ്, അല്ലേ? ബാബയുടെ കയ്യിലല്ലേ നമ്മളെ എല്ലാ ഓണർഷിപ്പും. അപ്പോൾ നമുക്ക് എന്താവും? ഇവിടെ എന്ത് വന്നാലും ബാബയുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മളവിടെ കൊടുക്കുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും മാത്രം എൻ്റേത്, ഒരു ബാബ മാത്രം എൻ്റേത്, ശാശ്വതമായിട്ടുള്ളത് ഒരു ബാബ മാത്രം. പിന്നെ നമ്മൾ ട്രസ്റ്റിയായിട്ട് ഒരു കാര്യം, സ്പിരിച്വാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. ഫണ്ടമെൻ്റൽസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സ്പിരിച്വാലിറ്റി, അല്ലേ? ഫണ്ടമെൻ്റൽസ് ഓഫ് സ്പിരിച്വാലിറ്റി. എന്താണ് ഫണ്ടമെൻ്റൽസ് ഓഫ് സ്പിരിച്വാലിറ്റി? അതായത് ബാബ പറഞ്ഞു തരുന്നു, നീ ആത്മാവാണ്, നീ ഈ സൃഷ്ടി മഞ്ചത്തിൽ നിൻ്റെ പാർട്ട് അഭിനയിക്കുന്നു.
ഓരോ സൃഷ്ടിമഞ്ചത്തിലും നീ പാർട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ആർക്കും ആരുടെയും ഉടമാവകാശം നിനക്കില്ല. ഈ ശരീരത്തിൻ്റെ ഉടമാവകാശം പോലും നിനക്കില്ല. ആകപ്പാടെ ഉള്ളത് നിനക്ക് ഉടമാവകാശം മനസ്സും ബുദ്ധിയും സംസ്കാരവും. ഡ്രാമയിൽ നമ്മൾ പാട്ട് അഭിനയിക്കാൻ ഉപയോഗിക്കുന്നതും എൻ്റേതല്ല. ഇനി ഒരു ഇറ്റേണൽ ട്രൂത്ത്, ഒരു സത്യത എന്താണെന്ന് വെച്ചാൽ ബാബ എൻ്റേതാണ്. ഞാൻ എപ്പോൾ വിളിക്കുമ്പോൾ ബാബ വരും. പക്ഷേ നമ്മൾ എൻ്റേതല്ലാത്ത ഏത് കാര്യത്തിൽ നമ്മൾ എൻ്റേതാണെന്ന് വിചാരിക്കുന്നുവോ, അതായത് മിഥ്യമായ അധികാരം വെക്കുന്നുവോ, അപ്പോഴെന്താ ഉണ്ടാവുക? നമുക്ക് അത് നഷ്ടമാകുമ്പോൾ നമുക്ക് ദുഃഖം വരും. പിന്നെ നമ്മളെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്കൊന്നും നടക്കില്ല. അവർ നമ്മളെ എക്സ്പെക്റ്റേഷൻസ് കംപ്ലീറ്റ് ആക്കില്ല. കുട്ടികളായാലും ആരായാലും നമ്മളെ എക്സ്പെക്റ്റേഷൻസ് അവർ കംപ്ലീറ്റ് ആക്കില്ല. കംപ്ലീറ്റ് ആക്കാണ്ട് നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് നിരാശ വരും, പിന്നെ നമുക്ക് കോമ്പറ്റീഷൻ വരും, നമുക്ക് എന്താ പറയുക, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ, നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും. എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ, ഒരു കുട്ടീനെ അച്ഛനമ്മയും വളരെയധികം ലാളിച്ച് ഭയങ്കര എക്സ്പെൻസീവായിട്ട്, അവർ വലിയ പൈസക്കാരാണ്, അത് നല്ലോണം പഠിപ്പിച്ചു, വലിയ പൈസയെല്ലാം ചിലവാക്കി പഠിപ്പിച്ചു. പക്ഷെ അവർ പഠിപ്പിക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ഈ കുട്ടി പഠിച്ച് വലിയ ജോലിയായി കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും പൈസ കൊണ്ടുതരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷെ കുട്ടി പഠിച്ച് വലുതായപ്പോൾ കുട്ടി എന്താ, നിങ്ങൾക്ക് ഇഷ്ടം പോലെയില്ലേ, ഞാനെന്തിനും നിങ്ങൾക്ക് തരുന്നത്? ഞാൻ അധ്വാനിച്ചല്ലേ, ഞാൻ പഠിച്ചുണ്ടാക്കിയത് എനിക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് തരാനില്ല എന്ന് വെച്ചാലോ? അപ്പോഴെന്തായി? നമുക്ക് ഭയങ്കര ദുഃഖമായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ചു നമ്മളുടേതല്ലാത്തതിൻ്റെ മേലെ, എൻ്റേതല്ലാത്തതിൻ്റെ മേലെ ഞാൻ എക്സ്പെക്റ്റേഷൻ വെച്ചു. അത് പാടില്ല. അപ്പോൾ ട്രസ്റ്റി ആണെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് എക്സ്പെക്റ്റേഷൻ വെക്കാൻ പാടില്ല. അപ്പോൾ കുട്ടിയുടെ കാര്യം, ഇനി നമുക്ക് ട്രസ്റ്റിഷിപ്പ് കിട്ടി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടി. പക്ഷേ നമ്മളെങ്ങനെ ട്രസ്റ്റിഷിപ്പ്, നമ്മളെ റോൾ എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റിഷിപ്പിൽ മുമ്പോട്ട് പോകുക? ഇനി ഞാൻ ട്രസ്റ്റി ആണെന്ന് വിചാരിച്ച് ഞാനൊന്നും നോക്കാണ്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഇതൊന്നും എൻ്റേതല്ല അല്ലേ? ബാബ അങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ ഞാനെന്തിനാ ഇതിൽ വിഷമിക്കുന്നത്? ഇതിലെന്തിനാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്? അങ്ങനെയാണെങ്കിലോ? അങ്ങനെ ബാബ പറയുന്നുണ്ട്. അതാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ബാബ തന്നത് സൂക്ഷിക്കേണ്ട കടമ നമ്മളതാണ്. ബാബ അല്ലെങ്കിൽ ഡ്രാമയിൽ നിന്ന് നമുക്ക് കിട്ടിയ സൂക്ഷിക്കേണ്ട കടമ നമ്മളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. നമ്മൾ ഫിസിക്കൽ സപ്പോർട്ട് എന്തെല്ലാം കൊടുക്കാൻ പറ്റുക, സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ അതേസമയം അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പാടില്ല, അല്ലേ? നമ്മൾ അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫിസിക്കൽ സപ്പോർട്ട് എല്ലാം കൊടുക്കണം, അതാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇനി റിജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ചെയ്യും, പക്ഷേങ്കിൽ എൻ്റേതല്ലല്ലോ ഇതൊന്നും, എൻ്റേതൊന്നും ഇതല്ല. അപ്പോൾ ഒരു സിസ്റ്റർ, ഫോറിൻ സിസ്റ്ററാണ്. സിസ്റ്റർ ഭയങ്കര ബാബയുടെ നോളജ് കേട്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായി. അതുകൊണ്ട് ഭാസ്കരൻ ബ്രദർ പറയാറുണ്ടായിരുന്നു ആരംഭശൂരത്വം. ഭാസ്കരൻ ബ്രദർ എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഇപ്പം ഇല്ല ഭാസ്കരൻ ബ്രദർ, ശരീരം ഉപേക്ഷിച്ച്. അപ്പോൾ അവർ പറയാം ആരംഭശൂരത്വം എന്ന് പറയും. ജയൻ ബ്രദറിനെല്ലാം അറിയുണ്ടാവില്ലേ, ആരംഭശൂരത്വം എന്ന് പറയാം. അതുപോലെ ഒരു ഫോറിൻ സിസ്റ്ററാണ് ആരംഭശൂരത്വം കൂടെ. 4 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പോൾ അവിടെ സെൻറ്ററിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് ബാബയുടെ അടുത്ത് നിൽക്കണം, കുട്ടി എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഞാൻ ട്രസ്റ്റിയാണ്, എനിക്ക് കുട്ടീനെ പാലിക്കാൻ പറ്റില്ല. എങ്ങനെയാണോ? ശരി അല്ല. നമ്മളുടെ ഉത്തരവാദിത്തം പാലിക്കണം. റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് പാലിച്ചുകൊണ്ട് നമ്മൾ ട്രസ്റ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ രചന, ആ കുട്ടിയുടെ രചന ഞാനാണെങ്കിൽ ഞാൻ ആ കുട്ടീനെ വിടാൻ പാടുണ്ടോ? ഇല്ല. അതിന് ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കണ്ടേ? ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതാണ് ട്രസ്റ്റി ആയിട്ട് നമ്മളുടെ ഡ്യൂട്ടി എന്തെല്ലാമെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ ചെയ്യണം. പക്ഷേ അറ്റാച്ച്മെൻറ്റ് പാടില്ല, ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. നമ്മൾ സെപ്പറേറ്റ് ഡിറ്റാച്ച്ഡായി നിൽക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഡിറ്റാച്ച്ഡായി നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്നേഹം വരിക. എന്നുവെച്ചാൽ അവരുടെ സംസ്കാരങ്ങളും അവർ ചെയ്യുന്ന തെറ്റുകളും ഇതൊക്കെ നമുക്കൊരു ഡിറ്റാച്ച്ഡായി കാണാൻ പറ്റും. അപ്പോൾ അവരോട് ദേഷ്യമോ കോപമോ അങ്ങനെ വരില്ല. അതാണ് ഡിറ്റാച്ച്മെൻറ്റിലാണ് കൂടുതൽ ലവ് എന്ന് ബാബ പറയുന്നു. അപ്പോൾ നമ്മൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ, അതായത് കുടുംബത്തിൽ ജീവിക്കുന്നവർ, അവിടെ വരുന്ന അധികം പേരും കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. മക്കളുണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്.
പക്ഷെ നമ്മളെന്താ വിചാരിക്കുക ദിവസവും അവർ എന്നോട് ചോദിക്കാണ്ട് അത് ചെയ്തു, ഞാൻ അറിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ലേ, എന്നോട് എന്തുകൊണ്ട് ചോദിച്ചില്ല, അല്ലെ എന്തിനാണ് അവരങ്ങനെ ചെയ്തത്, എന്നോട് സംസാരിക്കുന്നില്ല, എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല അവരുടെ അടുത്ത്, എന്നോടൊരു യൂണിറ്റി ഇല്ല അവർക്ക്, എന്നെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുന്നത്. അതായത് ബാബയുടെ നോളജിൽ പോകുന്നവരൊക്കെയുള്ള മിക്കവാറും എല്ലാവർക്കും അനുഭവം ഉണ്ടാവുമായിരിക്കും, നമ്മളോടൊന്ന് സെപ്പറേറ്റാണ് എല്ലാവരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിലും നമുക്ക് ഒരു സെപ്പറേറ്റ് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ പറയും എന്നെ അവർ കൂടുതൽ ഇപ്പോൾ ഉള്ളത് പോരാ, എന്നെ അവർ കുറച്ചും കൂടി സ്നേഹിക്കണം, എനിക്ക് കുറച്ചും കൂടി കൺസിഡറേഷൻ തരണം, എന്നോട് സംസാരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ എനിക്കെന്നുള്ള കാര്യങ്ങളിങ്ങനെ വരും. വീട്ടിലാവുമ്പോൾ, കുടുംബത്തിലാവും, എല്ലാവരും ഉണ്ടാവില്ല, ബന്ധക്കാരും സ്വന്തക്കാരും കുട്ടികളും ഭർത്താവും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മളിങ്ങനെ യാചകനെ പോലെയാവും. അത് പാടില്ല, അത് വേണം, ഇത് വേണം, ഇത് വേണം. അപ്പോൾ ബാബയോട് ചോദിക്കുന്നു, എങ്ങനെയാ ബാബ ഇത്രയധികം വ്യർത്ഥ സങ്കല്പങ്ങൾ എന്നിൽ വരുന്നത്? ഇത് കാരണം ഞാൻ എങ്ങനെ ഡിറ്റാച്ച്ഡായി നിൽക്കുന്ന കാരണം എന്താ ചെയ്യാം ബാബ? അപ്പോൾ എനിക്ക് ബാബയിൽ വിശ്വാസമുണ്ട്. ബാബ ഇസ് ദി ട്രൂത്ത്. ബാബ സത്യം മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. ബാബ നന്നായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ബാബയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ബാബ സത്യം മാത്രം പറഞ്ഞു. എന്താ സത്യം പറഞ്ഞിരുന്നത്? നീ ശാന്തസ്വരൂപാത്മാവാണ് അല്ലേ? ഓം ശാന്തി പറയിപ്പിക്കില്ല നമ്മളെടുത്ത്. അപ്പോൾ ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ്. ശാന്തി സാഗര ബാബയുടെ കുട്ടിയാണ്. ബാബ തന്നെയല്ലേ പറഞ്ഞു തരുന്നത്. ബാബ കള്ളത്തരം പറയില്ലല്ലോ. ബാബ പറയുന്ന സത്യം. ബാബ പറയുന്നത് ഈ ശാന്തി സാഗരൻ്റെ കുട്ടിയാണ്. അപ്പോൾ നിൻ്റെ ഈ വ്യർത്ഥതകളെല്ലാം നീ എന്നിലേക്ക് വിട്ടോളൂ. എന്നിലേക്ക് വിട്ടു. ഈ ശാന്തി സാഗരത്തിൽ അങ്ങ് പോട്ടെ, മുങ്ങി താണു പോട്ടെ എൻ്റെ വ്യർത്ഥതകളും എൻ്റെ സങ്കല്പങ്ങളും. ഇങ്ങനത്തെ സങ്കല്പങ്ങളെല്ലാം ഒരേ ഒരു ബാബ. ഞാൻ ബാബയുടെ ട്രസ്റ്റിയാണ്. ബാബ എനിക്ക് സപ്പോർട്ട്, ബാബ എനിക്ക് ശക്തി. ആ ശക്തി ഉപയോഗിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും, ട്രസ്റ്റി ആണെങ്കിലും അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലെങ്കിലും എല്ലാവരെയും ഞാൻ ഫിസിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അല്ല, അതല്ലേ ട്രസ്റ്റിയുടെ റോൾ അതാണ്. അപ്പം നമ്മൾ ട്രസ്റ്റിയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് റോളുണ്ട്. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രസ്റ്റിയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഒന്നും നോക്കാണ്ട് നടക്കാനൊന്നും പറ്റില്ല. പിന്നെ ബാബയുടെ കുട്ടിയാണ് നമ്മൾ അല്ലേ? ബാബയുടെ കുട്ടിയാകുമ്പോൾ എന്താ? ബാബയുടെ എല്ലാ കാര്യങ്ങളും, ഓഷ്യൻ ഓഫ് പീസ്, ഓഷ്യൻ ഓഫ് ലവ്, ഓഷ്യൻ ഓഫ് ഓൾ പവേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ ബാബയുടെ സംസ്കാരങ്ങളും നമ്മളിലുണ്ട് അല്ലേ? സംശയം ഉണ്ടായിരിക്കെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ട്, ബാബയുടെ എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്കറിയില്ല, ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇതെല്ലാം എന്നിലുണ്ടെന്ന്. ഒരു കുട്ടിക്ക് അച്ഛൻ ആരാന്നറിയില്ല, അമ്മ ആരാന്നറിയില്ല, ഏത് കുടുംബത്തിലാണ് ജനിച്ചതെന്നറിയില്ല. ഇതൊന്നും അറിയില്ലെങ്കിൽ അവരേത് മതമാണോ എവിടെയാണോ എന്താണെന്ന് ആ കുട്ടിക്കറിയാം ഇല്ല. റിലേറ്റീവ്സ് ആരാണ്, ഏത് കുടുംബത്തിലാണോ ഒന്നും ആ കുട്ടിക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെ നമുക്കിതുവരെ അറിഞ്ഞിരുന്നില്ല നമ്മൾ ആരാണ്, നമ്മൾക്ക് ഡിവിനിറ്റി ഉണ്ട്, നമുക്ക് എത്ര ശക്തിയുണ്ട്, ബാബ നമുക്ക് എന്തെല്ലാം തന്നിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടൊരു സുപ്രഭാതത്തിൽ ബാബ വന്ന് പറഞ്ഞു തരുന്നു, നീ എൻ്റെ കുട്ടിയാ, എൻ്റെ എല്ലാ സംസ്കാരങ്ങളും നിനക്കുണ്ട്, പക്ഷേ നീ അതിനെ ജാഗ്രതമാക്കണം ബാബയുടെ ഓർമ്മയിൽ. അപ്പോൾ ബാബ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ബാബയുടെ കുട്ടിയാണ്. ഇന്ന കാര്യങ്ങളെല്ലാം എൻ്റേതുമാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയുള്ള ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എൻ്റേത് എന്നുള്ളത് ഒരു ബാബ മാത്രം. എനിക്കുള്ള സംസ്കാരം ഒരു ബാബയുടേത്, എനിക്കുള്ള ശക്തി ഒരു ബാബയുടേത് അല്ലേ? ഇവിടുന്ന് സറൗണ്ടിങ്സിൽ നമുക്ക് കിട്ടുന്നതൊന്നും എൻ്റേതല്ല. ഇതെല്ലാം ഞാൻ ഒഴിവാക്കേണ്ടതാണ്. അതാണ് ട്രസ്റ്റിഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു ട്രസ്റ്റി ഒരു ബാബ. നമ്മൾ ട്രസ്റ്റിയാണ്, പക്ഷെ ഉത്തരവാദിത്വം, ഉടമാവകാശവും ഓണർഷിപ്പ് ഒരു ബാബയോട്. ബാക്കി ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോട് നമുക്ക് ഓണർഷിപ്പില്ല, ഉത്തരവാദിത്തമില്ല അല്ലേ? പക്ഷെങ്കിൽ ഇതിനെന്ത് വേണം? യോഗിക് പവർ, നല്ല യോഗ ബലം വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ആ കോൺഷ്യസ്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ
ബാബയോട് കണക്ഷൻ വേണം, സ്ട്രോങ് കണക്ഷൻ വേണം അല്ലേ. എപ്പോഴും മുരളിയുടെ പിറകെ പോകണം. ഡെയിലി നമുക്ക് കിട്ടുന്ന മഹാവാക്യങ്ങൾക്ക് പുറകെ പോകണം. മഹാവാക്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരുന്നതല്ല, അതിൻ്റെ പുറകെ നമ്മൾ പോകണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ശേഖരിക്കണം. നമുക്ക് ഒരു കാര്യം, ഇപ്പോൾ ഒരു ടോപ്പിക്ക് അവർ തന്നേ ഉള്ളൂ, നമ്മളുടെ മനസ്സ് ദിവസവും ഓരോ ടോപ്പിക്ക് ഉണ്ടാവും. ആ ടോപ്പിക്കിലേക്ക് ഏത് മുരളിയിലേക്കൂടി ഏതിലെ കൂടിയാണ് നമുക്കതിന് ഫീഡ് ചെയ്യാൻ പറ്റുക, അതിന് കൂടുതലാക്കാൻ പറ്റുക, അതിനെ എനർജൈസ് ചെയ്യാൻ പറ്റുക, അത് നമ്മൾ നോക്കിയിട്ട് മുരളിയിലോട്ട് എടുക്കണം. പിന്നെ ബാബ ഒരു സത്യം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, 5000 വർഷം മുമ്പേ നമ്മൾ ഇതുപോലെ ആയിരുന്നു അല്ലേ. ഓരോ സൈക്കിളും നമ്മൾ ഇതുപോലെയല്ലേ. അപ്പോൾ 5000 വർഷം മുമ്പേ നമ്മൾ ഇതുപോലെ ട്രസ്റ്റി ആയിട്ട് വിജയിച്ചിരുന്നു. 5000 വർഷം മുമ്പേയും നമ്മൾ ഇതുപോലെ മുമ്പോട്ട് പോയിരുന്നു. ഈ ട്രസ്റ്റിഷിപ്പ് നമ്മൾ നിലനിർത്തിയിരുന്നു. ബാബയിൽ നിന്ന് നോളജ് എടുത്തിരുന്നു. നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. ഇപ്പോഴും നമ്മൾ എടുക്കും, ഇപ്പോഴും നമ്മൾ ശക്തിശാലിയാവും അല്ലേ. ഇപ്പോഴും നമ്മൾ ഓണർഷിപ്പ് എടുക്കും. അപ്പോൾ ബാബ പറഞ്ഞു തരുന്നു, യു ആർ എ ട്രസ്റ്റി. നിങ്ങളുടെ ബേസിക്, ഈ നോളജിൻ്റെ ബേസിക്കാണ് ട്രസ്റ്റി. പക്ഷേ ഇതിൽ കാണുന്നതൊന്നുമല്ല. എൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ ട്രസ്റ്റി അല്ല. പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഉള്ളത് ഒരേ ഒരു ട്രസ്റ്റി ബാബയാണ്. ആ ബാബയോട് നമുക്ക് ശാശ്വതമായ അവകാശമുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. ബാബയുടെ വേൾഡാണ് അല്ലേ. നമ്മളുടെ ലോകമല്ലല്ലോ, ബാബയുടെ ലോകമല്ലേ. ഈ ബാബയുടെ ലോകത്തിൽ ബാബക്കെല്ലാം ചെയ്യാം, ബാബക്കെല്ലാം കാണാം, ഫുൾ എന്താ ഉള്ളതെന്ന്. അപ്പോൾ ബാബയോട് നമുക്ക് എല്ലാം ആവശ്യപ്പെടാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ടോക്ക്. ബാബയോട് സംസാരിക്കാൻ പഠിക്കണം. നമ്മളുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ബാബയോട് എല്ലാം സംസാരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബാബ അങ്ങനെ ഓരോരോ ഹെൽപ്പ് ചെയ്തു തരും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗൃഹസ്ഥത്തിലിരിക്കുന്നു, ബാബ എനിക്ക് എത്ര വ്യർത്ഥ, ഞാൻ ഇത്രയും നോളജ് കേൾക്കുന്നു, എന്നിട്ട് എൻ്റെ മേലെ എന്തിന് ഇത്രയധികം എൻ്റെ മനസ്സിൽ വ്യർത്ഥതകൾ വരുന്നു? പല കാര്യങ്ങളും അതങ്ങനെ വന്നു, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു, അത് ഈ വ്യർത്ഥതകൾ എന്താ വരുന്നത്? ബാബയോട് ചോദിക്കുക, ഓരോരുത്തരും ചോദിച്ചു നോക്ക്. യോഗ സ്റ്റേജിൽ പെർഫെക്റ്റ് ബാബയുടെ അടുത്തെത്തിയ സ്റ്റേജിൽ ബാബ ഇൻറ്റ്യൂഷൻ തരും, നീ എന്ത് ചെയ്യണം എന്നുള്ളത്. അതുപോലെ നമ്മളുടെ എല്ലാ വ്യർത്ഥതകളും ആ സാഗരത്തിൻ്റെ അടിയിലേക്ക് വിട്ടോളൂ. വ്യർത്ഥത വരുമ്പോൾ വ്യർത്ഥതയാണെന്ന് മനസ്സിലായാൽ നേരെ ബാബയുടെ ഈ സാഗരത്തിൻ്റെ ഡീപ്പിലങ്ങ് വിട്ടേക്കാം. അത് നമുക്ക് ഒരു വലിയ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പം ബാബ സാഗരം അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലേ. എല്ലാ മാലിന്യങ്ങളും വലിച്ചെടുക്കൂലേ കടൽ, സാഗരം. അതുപോലെ നമ്മളുടെ അടുത്തുള്ള എല്ലാ ബാഡായിട്ടുള്ള, എല്ലാ ആവശ്യമില്ലാത്ത എല്ലാ വ്യർത്ഥതകളും എടുക്കാൻ വേണ്ടി ബാബ സാഗരം റെഡി ആയിട്ടിരിക്കണം. നമ്മൾ കൊടുക്കാത്തതുകൊണ്ടല്ലേ. കൊടുത്തു നോക്ക്. ഒരു ദിവസം ഇന്നത്തെ വ്യർത്ഥതകൾ മുഴുവനും ഞാനൊരു ട്രസ്റ്റിയായി ബാബ സാഗരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ആ ട്രസ്റ്റി, പിന്നെ ആ വ്യർത്ഥത ഇങ്ങോട്ടേക്ക് ആക്രമിക്കില്ല. പോയി ഡീപ്പിലേക്ക് പോയി, സാഗരത്തിൻ്റെ അടിയിലേക്ക് പോയി. പിന്നെ ഒന്നും നമ്മളുടെ ബുദ്ധിമുട്ടിക്കാനോ നമ്മൾ ടെൻഷൻ അടിപ്പിക്കാനോ വരില്ല. അപ്പോൾ നമ്മൾ ഈ ബേസിക്കായ ഒരു ചെറിയ കാര്യം ഇത് നമ്മൾ ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. ബാബയുടെ നോളജ് ഫുൾ ധാരണ ചെയ്യാൻ എളുപ്പമായിരിക്കും. ബാബയുടെ എന്താ പറയുക, എന്തൊക്കെയാ ബാബയുടെ ഡയറക്ഷൻസ്. നിങ്ങൾ ആത്മാഭിമാനിയാകൂ, അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റിയായി ജീവിക്കൂ. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വളരെ എളുപ്പമായി തോന്നും. പ്രാക്ടീസ്, എഫേർട്ട് മേക്സ് എക്സ്പേർട്ട് അല്ലേ. നമ്മൾ എന്താ എഫേർട്ട് ചെയ്യുന്ന അതിനാ നമ്മൾ എക്സ്പേർട്ടാക്കുന്നത്. ഓരോരുത്തരും മുരളി കേട്ടു പോയി, നോളജ് കേട്ടു പോയി, എല്ലാവരും സ്പീച്ച് കുറേ കേട്ടു പോയി. ഇവിടുന്ന് പോകുന്നത് വരെ ഉണ്ടാവും. പിന്നെ നമ്മൾ 4 ഭാഗത്തുനിന്ന് ആക്രമിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ വരും, തലയിൽ വീഴും. പക്ഷെ ഒരു മതിൽ കൊടുക്കണം, ട്രസ്റ്റി. എല്ലാം ഇങ്ങോട്ടാണ് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ബോണ്ടേജ് അല്ലെങ്കിൽ ഒരു ബന്ധനം വെക്കണം, ഒരു എന്താ പറയുക, ഒരു തടസ്സം വെക്കണം, അതിങ്ങോട്ട് വരാൻ. അതാണ് നമ്മൾ ട്രസ്റ്റിഷിപ്പ്.
ഞാൻ ബാബയുടെ ട്രസ്റ്റിയാണ്. ബാബ ഇസ് ദർ, ബാബ അവിടെ ഉണ്ട്, എനിക്ക് വേണ്ടത് ചെയ്യാൻ, എന്നെ നോക്കാൻ ഞാൻ ട്രസ്റ്റിയാണ്. പക്ഷേ ട്രസ്റ്റിയാണെന്ന് വിചാരിച്ച് ട്രസ്റ്റിയുടെ റോള് മറന്നു പോകരുത്. നേരത്തെ പറഞ്ഞ പോലെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല ഒന്നും, റിജക്റ്റ് ചെയ്യാൻ പാടില്ല ഒന്നും, ഒന്നും റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അതേസമയം അറ്റാച്ച്മെൻറ്റ് പാടില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കുറച്ച് സമയം മാത്രം പറഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓം ശാന്തി.